ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു സമാസ് വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്നൊരു പൊറോട്ട കേക്കിൻ്റെ റെസിപ്പിയാണ് വന്നിരിക്കുന്നത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലോ അതല്ലെങ്കിൽ നമുക്ക് ഇഫ്താറിന് ഒക്കെ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ 2 മുട്ട ഒരു പൊറോട്ട ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത ഹോട്ടലൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഗസ്റ്റിനൊക്കെ അടിപൊളി ഒരു സ്നാക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോയാലോ? അതിനാദ്യം വേണ്ടത് മുട്ട ആൻഡ് പൊറോട്ട ആണ്. ഞാനിവിടെ ഇപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്, എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു പൊറോട്ട ഉണ്ട്, അപ്പോൾ 2 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പഞ്ചസാര, അതൊക്കെയാണ്. ഈ പൊറോട്ട ഫസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതേപോലെ ചെറുങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. ഈ 2 പൊറോട്ട എടുത്തിട്ട് ഇതേപോലെ ഞാൻ കാണിക്കുന്ന പോലെ നമ്മൾ ആ പൊറോട്ടൻ്റെ ലെയറില്ലേ അതൊക്കെ ഒന്ന് ഇടർത്തിയിട്ട് ഇതേപോലെ ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മളിത് കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റാണ്. നമ്മൾ പൊറോട്ടനെ കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയൂല. പിന്നെ ഇതൊരു നമ്മൾ ചട്ടിപ്പത്തിരിൻ്റെ വേറൊരു വേർഷനുമാണ്. ഈസിയാണ്, ചട്ടിപ്പത്തിരി പോലെ വേറെ കുറേ ഇതുമില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പം നമുക്ക് ആദ്യം മുട്ട പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. ഇതിൽ എഗ് ബീറ്റർ ഒന്നും വേണ്ട, നമ്മളൊരു സ്പോക്ക് മാത്രം മതി. പിന്നെ ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ മധുരം അത്യാവശ്യം വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊറോട്ട കേക്ക് കഴിക്കാൻ മധുരം ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ ചില ഇതിനൊക്കെ സ്നാക്സിന് മധുരം ഒന്ന് കുറക്കുകയൊക്കെ ചെയ്യില്ല, അതുപോലെ ഇത് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് മധുരം കറക്റ്റ് ഇടണം. പിന്നെ ചില പഞ്ചസാരങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതുണ്ടാവും മധുരം. അപ്പോൾ അതിനനുസരിച്ച് മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 3/4 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കൻ്റെ പൊടിയാണ്. അത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി വെക്കുക. ഫോക്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊറോട്ടയിൽ അത് കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മുട്ടൻ്റെ മിക്സിലിട്ടിട്ട് നല്ലോണം ഈ പൊറോട്ടയും നമ്മൾ ഈ മിക്സും കൂടി നല്ലോണം ഈ ഫോക്ക് ഉപയോഗിച്ച് മിക്സ് ആക്കി എടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മിക്സിൽ പൊറോട്ട നല്ലോണം സോക്കായി വരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പൊറോട്ട ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയത് മനസ്സിലാവില്ല എന്ന്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ചട്ടിപ്പത്തിൻ്റെ സെയിം ഫ്ലേവറാണ് ഇതിന് വരാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മുട്ടയിൽ ഇത് കാണില്ല, ഇപ്പം നമ്മളെ പൊറോട്ട നല്ലോണം മിക്സ് ആയിട്ടുണ്ട് മുട്ടയിലേക്ക്, നമ്മൾ ആ മിക്സിലേക്ക്. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1/2 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക. പാൽ നിർബന്ധമാണ്. നമ്മളിവിടെ 3 മുട്ട എടുത്തിട്ടില്ലോ, അതുകൊണ്ട് 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ്, അതായത് പൊറോട്ട ഒന്ന് നല്ലോണം മുങ്ങി വരാൻ വേണ്ടിയിട്ട് പാലൊഴിച്ച് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്നും കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 മുട്ടയും 2 എഗ്ഗും അതേപോലെ തന്നെ ഒരു പൊറോട്ട വെച്ചിട്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നല്ലോണം നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ പാൻ വെച്ചിട്ട് അതിലോട്ടേക്ക് കുറച്ച് ഗീ, 1 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ച് കൊടുക്കുക. ഗീ ഒഴിച്ചിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അതവിടെ മാറ്റി വെക്കുക. പിന്നെ ഫ്രൈ പാന് ചുറ്റും നമ്മൾ ഗീ ഒന്ന് എല്ലാ ഭാഗത്താക്കി ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഇതാക്കി കൊടുക്കുക. ഈ കാണിക്കുന്ന പോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ച് നമ്മൾ വൈറ്റ് എള്ളില്ലേ അതിൻ്റെ മേലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കാണാൻ നല്ലൊരു ഭംഗിയാണ്, അതുപോലെ തന്നെ നമുക്ക് ടേസ്റ്റുമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വൈറ്റ് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച് റോസ്റ്റഡിലെ കാഷ്യൂല്ലേ അതിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ മുന്തിരി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട തീയാണ്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കണം. ഇത് ഫസ്റ്റായിട്ട് സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരും എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ തീൻ്റെ അളവാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, വെന്തും കിട്ടൂല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 30 മിനിറ്റാണ് കുക്ക് ചെയ്തെടുത്തിട്ടില്ല. ഇപ്പം നമ്മളെ പൊറോട്ട കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെയിം നമ്മൾ ചട്ടിപ്പത്തിൻ്റെ ടേസ്റ്റൊക്കെ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഈസിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ.